എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മഷ്റൂം മസാലയാണ്. മഷ്റൂം മസാല എളുപ്പത്തിൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പാൻ എടുക്കുക, പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഡ്രൈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം, കടുക്, വറ്റൽമുളക്, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇത്രയും സാധനം ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഓണിയനും ഗ്രീൻ ചില്ലിയും കൂടെ, ചോപ്പ് ചെയ്ത ഓണിയനും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം അതിനകത്തേക്ക് മല്ലിപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തത് നമ്മളിത് അരയ്ക്കണം. ഞാനിപ്പോൾ ഈ അരച്ചിട്ടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ മസാലകളൊക്കെ നമ്മൾ കഴിക്കുമ്പം അത് കടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അരച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേവിയിലേക്ക് എല്ലാം നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ടതിന് ശേഷം മഷ്റൂമിനെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് മഷ്റൂമിൻ്റെ ആ വെള്ളം ഇറങ്ങി കുക്കാവുന്നോടം വരെ അത് ഫ്രൈ ചെയ്തെടുക്കണം. മുഴുവനായിട്ടുള്ള മഷ്റൂമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ മഷ്റൂം ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടില്ല. വലിയ മഷ്റൂം ആണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങി വരാറാകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 ടൊമാറ്റോ, അതല്ലെന്നുണ്ടെങ്കിൽ ചോപ്പ് ടൊമാറ്റോസ്, ടിൻ ടൊമാറ്റോസ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിന് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ച് ആ ഗ്രേവി ഒന്ന് കുക്കാകാൻ വേണ്ടി തിളപ്പിച്ച് എടുക്കുക. അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഇട്ട് ഗാർണിഷ് ചെയ്ത് എടുക്കുക. ഈ ഗാർണിഷ് ചെയ്തെടുത്ത ഈ മഷ്റൂം മസാല വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.